രണ്ട് മരംവെട്ടുകാർ തമ്മിൽ ഒരു വെല്ലുവിളി ഉണ്ടായി. ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്ന വ്യക്തിക്ക് ഒരു സമ്മാനത്തോടെ വിജയിയെ പ്രഖ്യാപിക്കുമെന്നുള്ളത്. അങ്ങനെ വെല്ലുവിളിച്ച മനുഷ്യൻ വേഗത്തിൽ മരം മുറിക്കാൻ തുടങ്ങി. വിശ്രമമില്ലാതെ മരം മുറിച്ചു. എന്നാൽ മറ്റേയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്ന് ബ്രേക്ക് എടുത്തു. എന്നാൽ ബ്രേക്ക് എടുത്ത മനുഷ്യനേക്കാൾ മറ്റു മനുഷ്യന് മരം മുറിക്കാൻ കഴിഞ്ഞില്ല. ബ്രേക്ക് എടുത്ത മനുഷ്യന് ഒത്തിരി മരം മുറിക്കാൻ കഴിഞ്ഞു. ഇത് കണ്ട് കോപിഷ്ഠനായ മനുഷ്യൻ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും മരം മുറിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോൾ കോടാലി രാകുകയായിരുന്നു. അതുകൊണ്ട് മൂർച്ചയുള്ള കോടാലി കൊണ്ട് വെട്ടുക നിമിത്തം ധാരാളം മരം മുറിക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയരെ, ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ വന്നു നിൽക്കുമ്പോൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരു ദൈവശക്തി ആവശ്യമാണ്. ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കുവാൻ, അടുത്ത 2026 നാം അഭിമുഖീകരിക്കാൻ പോകുന്ന പലതിനെയും ജയിക്കുവാൻ ദൈവശക്തി ആവശ്യമാണ്. അതിനായി ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉപവാസത്തിലും ഇരിക്കുമ്പോൾ ശത്രുവിനെതിരെ പോരാടി ജയിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ ദൈവം വിടുവിക്കാൻ പോകുകയാണ്. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.